हमारे लिए जैसा यीशु बोलता है, यीशु के लिए हमें अनुसरण करना है। ये विषय हम लोग सीखने के लिए अभी हमने तैयार है। ആമേൻ. ഇന്ന് പകൽക്കാലം തുടർന്നുള്ള സമയം നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ ചിന്തിക്കാം. ആമേ. കർത്താവിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കുന്നവരായി തീരുക. आज हमें यूहन्ना का पुस्तक से हमें कुछ बातों को हमें सीखेंगे और आगे बढ़ने के लिए हमें कोशिश करेंगे। പക്ഷെ ജോന है क्या യോഹന്ന? यूहन्ना का किताब से हमें सीखने के യോഹന്നാന്റെ लिए हमें कोशिश करेंगे। യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിക്കാം. ये यूहन्ना का किताब में हमें यीशु का साथ वो जो है उसका बारे में हमें सीखने के लिए कोशिश करेंगे। യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശുവിനോട് കൂടെ നിൽക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. यीशु कौन है? यीशु खुद अपने लिए बोला है ये दुनिया को, उसका बारे में हमें सीखेंगे। ആമേൻ. ആരാണ് യേശു? യേശു ആമേ ഈ ലോകത്തിൽ വന്ന് ആമേ തന്നെ കുറിച്ച് ഈ ലോകത്തോട് സംസാരിച്ചതിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. यीशु अपने आप के लिए कहा है, मैं जीवन का रोटी हूं। യേശു ആമേ തന്നെ വെളിപ്പെടുത്തിയത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു. दूसरा ये बोलता है, मैं जगत का ज्योति हूं। രണ്ടാമത് പറയുന്നത് ഞാൻ ഈ ലോക. तीसरा ये बोलता है, मैं सबका प्रवेश का द्वार हूं। മൂന്നാമത് പറയുന്നത് ഞാൻ ആമേ വാതിലാകുന്നു. वो खुद बोलता है, मैं अच्छा चरवाहा हूं। യേശു സ്വയം പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. और वो भी बोलता है पांचवा में, मैं पुनरुत्थान और जीवन हूं। അഞ്ചാമത് യേശു പറയുന്നുണ്ട്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 6 में बोलता है, मैं मार्ग हूं। ആറാമത് പറയുന്നുണ്ട്, ഞാൻ വഴിയാകുന്നു. और 7 में बोलता है, मैं अच्छा द्राक्षालता में हूं। പ്രീശലോട് ഏഴാമതായി പറയുന്നു, ഞാൻ നല്ല മുന്തിരി വള്ളിയാകുന്നു. ये जो यीशु ये 7 मैं हूं जो बोल के हमें दुनिया को बता रहा है, उससे हमें आदर का साथ यीशु का अनुसरण करना ये जरूरी है। ये बातों को हमें आज सीखेंगे। ആമേൻ. ഈ 7 കാര്യങ്ങളും യേശു തന്നെ കുറിച്ച് തന്നെ ഈ ലോകത്തോട് വെളിപ്പെടുത്തുമ്പോൾ ആ യേശുവിനെ നമുക്ക് ഇന്ന് പകൽക്കാലം അനുസരിക്കുന്നവരായി ആ യേശുവിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കാം. अगर पहले मैं जो जीवन हूं, जीवन का रोटी हूं जो बोलता, उसको अगर हमें देखेंगे, बोलिए. पहले जो मैं जीवन का रोटी जो बोलता है, ये 7 वचन जो प्रभु का मुंह से जो हमको समझाया, मैं हूं, मैं हूं, मैं हूं, मैं हूं, ये यूहन्ना का किताब में ये सारे बातों लिखा गया है। അവൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാനാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് പകൽക്കാലം കേട്ട 7 കാര്യങ്ങളിലും ഞാനാകുന്നു എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. उससे हम सब लोग जानते हैं, पढ़ते हैं, यूहन्ना 6 उनका 22 से लेकर 69 तक उसका बारे में लिखा है। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും.
उससे एक वचन हमें पढ़ेंगे 48 यूहन्ना 6:48। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 48-ാം വാക്യം നമുക്ക് വായിക്കാം. वहां पर ऐसा लिखा है, मैं जीवनदायक आहार है। ഇവിടെ ഈ 48-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. मैं जीवन का दायक आहार है, उसका प्रभु ने उस टाइम में यूहन्ना 6 में हमको बताते हैं, जो प्रभु भोज करते हैं, जो लॉर्ड सफर करते हैं, उसका बारे में ये लंबा मैं जीवन का रोटी हूं बोल के प्रभु हमको समझाने के लिए कोशिश कर रहा है। ഞാൻ ജീവൻ നൽകുന്നു, ആമേൻ, ജീവൻ ദായകനാണെന്ന് പറയുമ്പോൾ നമുക്ക് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ യേശു ആമേൻ ജീവന്റെ അപ്പമായി നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. हम जानते हैं जब हमें यीशु का लोग है, प्रभु कैसा हमारा जीवन है, प्रभु कैसा जीवन का रोटी है, ये हमको ये यूहन्ना 6 में हम लोग को मालूम होता है। ये यीशु खुद वो रोटी है। ആമേൻ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് യേശു ആരാകുന്നു. ആമേൻ, ഇവിടെ ജീവന്റെ അപ്പമായി യേശു വെളിപ്പെടുന്നു. में उससे हमें पढ़ते हैं ऐसे, जब यीशु हमारा जो जीवन का आहार, जीवन का रोटी जो है, ये रोटी जो खाते हैं, ये जीवन का रोटी जो खाने के लिए दिया है, वो कभी भी ये मुर्दा नहीं है, ये सब बताता है इधर। ജീവന്റെ ആഹാരം എന്ന് യേശു പറയുമ്പോൾ ഇവിടെ ജീവന്റെ അപ്പമായി വെളിപ്പെടുന്ന യേശുവിനെ ഭക്ഷിക്കുമ്പോൾ ആമേൻ ഒരിക്കലും മരണം സംഭവിക്കില്ല എന്ന് വചനം പറയുന്നു. उसका 35 में हम अगर पढ़ेंगे तो वहां पर हमको मालूम होता है, जो यीशु यवन का रोटी जो है, जो उनका पास जो आएगा, वो कभी भी भूखा नहीं होगा और कभी भी प्यासा नहीं होगा। 35-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ യേശു പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ എന്നെ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയുമില്ല. और उससे हमें और भी सीखते हैं, उसका 37 में हमें ऐसा देखता है, जो ये रोटी खाते हैं, जो यीशु का मांस खाते हैं, वो प्रभु का पास जो आते हैं, प्रभु उनको कभी भी दूर नहीं ठेल देता है। 37-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, യേശുവിന്റെ അടുക്കൽ വരുന്നവൻ അല്ലെങ്കിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവനെ അവൻ ഒരു നാളും തള്ളിക്കളകയില്ല. हमें देखते हैं पहले का जो हमारा क्या बोलते हैं उसका पुराना नियम में हमें ऐसे देखते हैं, നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, परमेश्वर स्वर्ग से इस्राएली लोगों को वो खाना खिलाता है। അവൻ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്നും ആഹാരം പൊടിച്ചു കൊടുക്കുന്നു. हमें जानते हैं जो फेरो का जो मिस्र में हमारा लगभग 6 लाख से ज्यादा लोगों ने था, उससे प्रभु ने निकाल के जब लाया, वो कैसे वो लोगों को स्वर्ग से वो रोटी दे रहा था, ये सब हमें जानते हैं। നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് കടന്നു വന്ന ജനം 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ദൈവം സ്വർഗത്തു നിന്നും ആഹാരം പൊഴിച്ചു കൊടുത്തത് നമുക്ക് വായിക്കാൻ കഴിയുന്നു. हमें देख सीखते हैं वहां पर हर दिन सुबह वो लोग अपना नींद से जागकर अपने अपने खाने लाने के लिए अपना घर से निकल के बाहर आते थे।
നമുക്കറിയാം അവർ അതിരാവിലെ എഴുന്നേറ്റ് അവരുടെ ആഹാരം ശേഖരിക്കുവാൻ വേണ്ടി അവരുടെ വീട് വിട്ട് അതിരാവിലെ ഇറങ്ങി പോകുന്നത് നമുക്കറിയാം. ये हमको सिखाती है। तो परमेश्वर ने हमें ऐसा बात करता है, तुम भी मेरा ये खाने के लिए अपना भवन से जो सुबह उठ को 4 बजे से लेकर 8 बजे तक बाहर में आके जो प्रभु का पास रहते हैं, मैं आपको कभी भी नहीं टगमगाऊंगा। ആമേൻ. ദൈവവചനം പറയുന്നത്, നിങ്ങൾ അതിരാവിലെ അവർ ഭക്ഷണത്തിനായി ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് പോലെ നിങ്ങളും അതിരാവിലെ 4 മണി മുതൽ 8 മണി വരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല. ऐसे हमारा यीशु भी नया नियम में हमको बताते हैं, उनका प्रार्थना में हमको सिखाती है, हर दिन मेरे आवश्यक रोटी मुझे देना। ആമേൻ. യേശു ക്രിസ്തുവും തന്റെ പ്രാർത്ഥനയിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, അന്നന്നുള്ള അപ്പം ഞങ്ങൾക്ക് അന്നന്ന് തരണം. और ये नया नियम में हमें देखते हैं, जैसे एक बच्चों से लेकर 5 रोटी और 2 मछलियां का साथ प्रभु कैसे अद्भुत रीति का साथ 5000 लोगों को खिलाया, ये हमें देखता है। ആ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു ബാലനിൽ കൂടെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ആമേൻ എങ്ങനെയെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. इसलिए यीशु बोलता है, मैं जीवन का रोटी हूं। അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. उसका मतलब है वो हमारा जीवन के लिए ये सदा दिन हमको रोटी और खाना और सब कुछ दे के हमारा जीवन देता है। അതിനർത്ഥം നമുക്ക് ഓരോ ദിവസവും ജീവിക്കുവാൻ ആവശ്യമാകുന്ന ജീവൻ നൽകി, ഭക്ഷണം നൽകി ദൈവം നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്നു. दूसरा वचन ये है, यीशु जो बोलता है, मैं जगत की ज्योति हूं। രണ്ടാമത്തെ ഭാഗം ഇതാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. मैं जो जगत का ज्योति हूं, ये यूहन्ना 8 उनका 12 से उनका 32 वहां पर लिखा है। यूहन्ना 8 वर्स 12 to 32। യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, സോറി 8 का जॉन 8, या यूहन्ना का किताब 8 उनका 12 से लेकर 32। യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. वहां पर हमें ऐसे देखते हैं, मैं जगत का ज्योति हूं और जो मेरे पीछे आएंगे वो अंधकार में ना चलेगा परंतु जीवन का ज्योति पाएगा। യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. यूहन्ना 12:36 में हमें ऐसे पढ़ते हैं, वहां पर യോഹന്നാന്റെ സുവിശേഷം 12:36 8-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, जब तक ज्योति तुम्हारा साथ है, ज्योति पर विश्वास करके तुम ज्योति का संतान बनो। ആമേൻ. വെളിച്ചം ലോകത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആ വെളിച്ചത്തിൽ നടന്ന് തന്റെ പുത്രനോട് ചേർന്ന് നടക്കും. उसका अंतिम ये है, ये ज्योति का यीशु मसीह हमारा साथ है और अगर हमें यीशु का साथ है तो हमें ये ज्योति का संतान होने से नाते हमें आगे बढ़ने के लिए, इसलिए यीशु हमारा ज्योति होता है।
നമ്മൾ ആമേൻ വെളിച്ചത്തിൽ നടക്കേണ്ടതിന്, ഈ ലോകത്തിൽ നമ്മൾ വെളിച്ചത്തിൽ കർത്താവിനോട് ചേർന്ന് നടക്കേണ്ടതിന് യേശു നമുക്ക് വെളിച്ചമായി നമ്മോട് കൂടെയുണ്ട്. यीशु ऐसा वाला ज्योति है जो कि हमें देखते हैं, उत्पत्ति का किताब में हमें पढ़ते हैं। യേശുവിന്റെ ആമേ വെളിച്ചത്തെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. उसका 1 और 14 से लेकर 19 तक अगर हमें पढ़ेंगे तो मालूम होगा, ഒന്നാം അധ്യായം അതിന്റെ 14 മുതൽ 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, पृथ्वी पर ज्योति स्थापन करने के लिए परमेश्वर पहले से ये योजना किया था। ഈ വെളിച്ചം സൃഷ്ടിക്കുവാൻ ദൈവം ആദ്യം തന്നെ ദൈവം പദ്ധതി ഇടുകയായിരുന്നു. वहां पर ऐसा लिखा है, दिन में ज्योति देने के लिए वो चांद को तैयारी किया था, रात में चांद को तैयारी किया था, और दिन में सूर्य को वो तैयारी किया था। അവിടെ നമ്മൾ വായിക്കുന്നത് ആമേൻ പകല് വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു. ये है दुनिया का सब लोगों के लिए ये 2 ज्योति को परमेश्वर तैयारी किया था। ഇത് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ച 2 വെളിച്ചങ്ങളാണ്. लेकिन यीशु मसीह ऐसा ज्योति है, എന്നാൽ യേശു ക്രിസ്തു ആമേൻ ഇങ്ങനെയുള്ള വെളിച്ചമായിരുന്നു. वो हमको ऐसा सिखाता है, जो मेरे पीछे जो आएगा वो अंधकार में वास नहीं करेगा। യേശു പറയുന്നത്, എന്റെ പിന്നാലെ വരുന്നവർ അവർ ഇരുട്ടിൽ നടക്കത്തില്ല. क्योंकि यीशु उनका अपने का ज्योति हमारा जीवन में जो दिया, ये सिर्फ मसीह लोगों के लिए ये ज्योति यीशु है। എന്തുകൊണ്ടെന്നാൽ താൻ തന്റെ വെളിച്ചം നമുക്ക് തന്നു. ആമേൻ നമ്മുടെ വെളിച്ചം കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. उत्पत्ति में हमें ऐसा पड़ता है, अंधकार से ये ज्योति को परमेश्वर सेपरेट किया है। ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം പകലും രാവും തമ്മിൽ വേർപിരിച്ചു. हमें देखते हैं जब अंधकार से ये ज्योति को कैसे पहचानता है, ये परमेश्वर वो जानता है। वहां पर हमें ऐसा पढ़ता है, हमारा ओडिया बाइबल में ऐसा लिखा है, ज्योति का अंदर, ये अंधकार का अंदर ये ज्योति था, और अंधकार से ज्योति को परमेश्वर दूसरा किया। എന്ന് പറഞ്ഞാൽ ആമേൻ ഈ ഇരുളിനകത്ത് ആമേൻ ഇരുന്ന വെളിച്ചത്തെ അവൻ രണ്ടും തമ്മിൽ വേർതിരിച്ചു. വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു വേർപാടുണ്ടാക്കി. ये हमको ऐसा सिखाता है, हमें अंधकार का लोगो नहीं है, जो मसीह का लोग है, हमें अंधकार का लोगो नहीं है, हमें अंधकार से सेपरेट किया हुआ लोगो है। ആമേൻ നാം അന്ധകാരത്തിലുള്ളവരല്ല, അന്ധകാരത്തിൽ നിന്നും നമ്മെ വേർപിരിച്ചു. अगर हमें देखते हैं यूहन्ना 12:36 में हमें ऐसे पढ़ते हैं, യോഹന്നാൻ 12-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, जब तक ज्योति तुम्हारा साथ है, ज्योति परमेश्वर विश्वास करने के तुम ज्योति के संतान बनो। ആമേൻ ഈ ലോകത്തെ നിങ്ങൾ വെളിച്ചത്തിലായിരിക്കുമ്പോൾ ആമേൻ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരായി വെളിച്ചത്തിന്റെ മക്കളായി തീരുക. आपका बाइबल में क्या ऐसा लिखा है क्या? जब तक ज्योति तुम्हारा साथ है। നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആമേൻ ലോകത്തിൽ വെളിച്ചം ഉള്ളിടത്തോളം കാലം. हमारा ये बाइबल में ऐसा लिखा है, जब तक ज्योति तुम्हारा साथ है, उसका मतलब जब तक मेरा साथ यीशु का ज्योति है, तो मैं ये ज्योति पर विश्वास करके
ज्योति का संतान होने के लिए यीशु हमको बुलाता है। ആമേൻ. ഇവിടെ പറയുന്നത് വെളിച്ചം ഉള്ളയിടത്തോളം കാലം, വെളിച്ചം ഈ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരായി വെളിച്ചത്തിന്റെ മക്കളായി തീരണം. जैसे हमें उत्पत्ति का हमें जो देखा, पृथ्वी में ज्योति को परमेश्वर वो स्थापन किया है। ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ആമേൻ ദൈവം വെളിച്ചത്തെ ആമേൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. उसका मतलब सदा दिन, जैसे हमें देखते हैं दुनिया में सब लोगों का साथ, ये सूरज और चांद हमारा जीवन को सबको ये उजाला जो देता है, वैसे यीशु हमें मसीह लोगों को सदा दिन हमारा जीवन को उनका उजाला दे के प्रभु हमको आगे चलाता है। ആമേൻ. ഈ ലോകത്തിൽ സകല മനുഷ്യർക്കും വേണ്ടി സൂര്യനും ചന്ദ്രനും വെളിച്ചം കൊടുക്കുന്നത് പോലെ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ആമേൻ വെളിച്ചം നൽകി അവരെ മുന്നോട്ട് നയിക്കുന്നു. हमें जहां जाए, जो कुछ हमें करे, हमें अभी भी हमारा ये झुंड में जो कोई भी जो कुछ करता है, अगर यीशु हमारा साथ होता तो हमें अंधकार में नीचे नहीं गिरेंगे। ആമേൻ. നമ്മൾ ദൈവത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ഒരിക്കലും ദൈവം നമ്മെ അന്ധകാരത്തിലേക്ക് കൈവിടത്തില്ല. तीसरा है, मैं यीशु बोलता है मैं द्वार हूं। മൂന്നാമത് യേശു പറയുന്നു ഞാൻ വാതിലാകുന്നു. अगर उसको देखते हैं यूहन्ना 10 उनका 7 से लेकर 9 वचन तक लिखा है। यूहन्ना का किताब 10 उनका 7 से लेकर 9 पद तक हमें देखता है। യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിലെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. यीशु मसीह हमारा सब लोगों का एक द्वार है। യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി വാതിലാകുന്നു. मत्ती रचित सुसमाचार उनका 7 और 13 में ऐसा बताता है। മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. वो स्वर्ग का द्वार है जो विषय में हमें सब लोगों के लिए, सबके और हमारा जीवन में प्रभु ये स्वर्ग का द्वार को वो खोला है। उसका मतलब वो द्वार है। ആമേൻ. നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. ആ വാതിൽ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നതാണ്. वहां पर हमें और एक वचन को लेके हमें जो जन्मंधा था बचपन से वो अंधा होकर जो पैदा हुआ था, उनका बारे में हम लोग देखेंगे तो उनको कैसा द्वार मिला, उनका एड्रेस पे चेंज हो गया है। ജന്മനാ കുരുടനായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വ്യക്തി എങ്ങനെയാണ് തനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കിട്ടിയത്, തന്റെ ജീവിതത്തെ മാറ്റിയത് നമ്മൾ വായിക്കുന്നു. ये जन्मंधा ये 5 चीज का ये परमेश्वर का परिचय उनको मिल गया है। ആമേൻ. ആ ജന്മനാ കുരുടനായ വ്യക്തി 5 കാര്യങ്ങളെ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ തനിക്ക് കഴിഞ്ഞു. ये जो जन्मंधा था, ये अंधा विश्वास में ये परमेश्वर को लोगों का बीच में घोषणा किया है। അവൻ ജനത്തിന്റെ മധ്യേ വിശ്വാസത്താൽ യേശുവിനെ ഘോഷിക്കുവാനിടയായി. ये जन्मंधा यीशु का पीछे चलने लगा है। ഈ ജന്മന അന്ധനായ വ്യക്തി അവൻ യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുവാൻ തുടങ്ങി. यीशु जो द्वार है, ये संपूर्ण जीवन मिलने के लिए उनका पीछे वो चला गया है। ആമേൻ. വാതിലാകുന്ന യേശുവിന്റെ പിന്നാലെ നിത്യജീവന് വേണ്ടി അവൻ നിത്യജീവൻ പ്രാപിപ്പാൻ കടന്നുപോയി. यीशु जो द्वार है,
ओ यीशु को ये जन्मांधा पहचान लिया है। വാതിലാകുന്ന യേശുവിനെ ഈ ജന്മനാ കുരുടനായ വ്യക്തി മനസ്സിലാക്കാനിടയായി. और यीशु जो द्वार है, ये जन्मांधा का उनके लिए परमेश्वर स्वर्ग का द्वार को खोल दिया है। ആമേൻ. യേശു വാതിലാകുന്നു. എന്നാൽ ഈ ജന്മനാ കുരുടനായ വ്യക്തിക്ക് വേണ്ടി യേശു സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. और यीशु बोलता है, मैं द्वार हूं, और जो कोई परमेश्वर का ओर से जाने के लिए चाहता है, ये मेरे द्वार से वो लोग जाएगा, जाने के लिए वो मौका मिलेगा। യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ദൈവത്തിന്റെ അടുക്കൽ കടന്നു പോകുന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയത്തില്ല. और यीशु ऐसा बोलता है, मैं द्वार है, और जो द्वार से प्रवेश करता है तो वो परमेश्वर का अच्छा संतान होगा। ആമേൻ. ആ വാതിലിലെ കൂടെ, യേശു ആകുന്ന വാതിലിലെ കൂടെ കിടക്കുന്നവർ ദൈവത്തിന്റെ നല്ല മക്കളായി തീരുന്നു. यीशु बोलता है, मेरे द्वार से जो नहीं आएगा वो परमेश्वर का राज में, स्वर्ग राज में प्रवेश नहीं कर पाओगे। യേശു പറയുന്നു, ഞാൻ എന്ന വാതിലിലെ കൂടെ പ്രവേശിക്കാത്തവൻ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. ये जन्मांधा जैसे परमेश्वर का बेटा यीशु को जैसे स्वीकार किया, उनका पीछे चलने लगा, उनको अपने लिया, उसको जीवन मिल गया, और उनको जो विश्वास का घोषणा किया, ऐसे हमारा जीवन में भी परमेश्वर का बेटा यीशु चाहता है, और वो बोलता है, तुम भी मेरे द्वार से तू परमेश्वर का राज को प्रवेश करोगा। ഈ ജന്മന കുരുടനായ വ്യക്തി യേശുവിനെ തിരിച്ചറിഞ്ഞതുപോലെ, യേശുവിൽ വിശ്വസിച്ചതുപോലെ, യേശുവിന്റെ പിന്നാലെ പോയതുപോലെ, യേശു പറയുന്നു, നാമും യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ പിന്നാലെ നാം നടക്കേണ്ടതാകുന്നു. मैं चौथा वचन में बोल रहा हूं, यीशु जो बोलता है, मैं एक अच्छा चरवाहा है। നാലാമത്തെ വിഷയം, യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. यूहन्ना 10 का 11 से 30 तक हम लोग देखते हैं। वहां पर യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ അതിന്റെ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, यीशु जो अच्छा चरवाहा है, दुनिया में बहुत कुछ चरवाहा है, झूठे चरवाहा है, चोर चरवाहा है, ये बाइबल वचन में हम लोग देखते हैं। लेकिन यीशु जो है, ये अच्छा चरवाहा है। ആമേൻ. ഇവിടെ യേശു നല്ല ഇടയനാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. യേശു നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ അനേകമായ ഇടയന്മാരുണ്ട്, കള്ള ഇടയന്മാരും ദുഷ്ടരായ ഇടയന്മാരും ഉണ്ട്. പക്ഷെ യേശു നല്ല ഇടയനാകുന്നു. ये दुनिया में जो चरवाहा होते हैं, ये अपने भेड़ों के लिए जीवन नहीं देता है। ഈ ലോകത്തിലെ ഇടയന്മാർ ഒരിക്കലും ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനല്ല. लेकिन यीशु ऐसा चरवाहा है, अपना भेड़ों के लिए, उसका मतलब मेरे लिए, आपके लिए, जो मसीह लोगों के लिए उनका जीवन को वो कुर्बान कर दिया है। എന്നാൽ യേശു എന്ന നല്ല ഇടയൻ എനിക്ക് വേണ്ടിയും സകല ലോകത്തിന് വേണ്ടിയും സകലർക്ക് വേണ്ടിയും തന്റെ ജീവനെ അർപ്പിക്കുവാനിടയായി. और जो अच्छा चरवाहा होता है, उनका भेड़ों उनको पहचान लेते हैं। നല്ല ഇടയനെ തന്റെ ആടുകൾ എപ്പോഴും തിരിച്ചറിയുന്നു. और जो भेड़ों उसका पीछे पीछे चलते हैं, ആ ആടുകൾ എപ്പോഴും തന്റെ പിന്നാലെ തന്നെ നടക്കും. भेड़ों जो होते हैं, जो जो चरवाहा का पीछे चल के उनका वचन को सुन लेते हैं। ആ ആടുകൾ ആ ഇടയന്റെ പിന്നാലെ നടന്ന് ഇടയന്റെ വാക്കുകൾ കേൾക്കുന്നു. और चरवाहा अपने भेड़ों को जानते हैं। ആ ഇടയൻ തന്റെ ആടുകളെ തിരിച്ചറിയുന്നു. यहाँ पर हमें ऐसे सीखते हैं,
हमारा यीशु जो अच्छा चरवाहा है, हमारा जीवन में यीशु अच्छा तरीका से हमको धीरे धीरे हमको चलाता है। യേശു നല്ല ഇടയനാകുന്നു. താൻ നമ്മെ ആമേൻ തന്റെ പിന്നാലെ ആമേൻ പതുക്കെ പതുക്കെ ആമേൻ നടത്തിക്കൊണ്ടുപോകുന്നു. यीशु को जानकारी है, जैसे हमें दुनिया में देखते हैं, छोटे जो पैदा हुआ हमारा भेड़ हो, उनको हमें कैसे चलाता है। अगर मौका अगर ऐसा होता है तो अपना हाथों में उनको पकड़ के हमें ले जाते हैं, अपना कांधों में उनको बैठा के ले जाता है। हमें ये सब देखते हैं। वैसे यीशु अपने भेड़ों के लिए ऐसे करके हमारा लिए ये अच्छा चरवाहा है। ആമേൻ. യേശു നല്ല ഇടയനാകുന്നു. അവൻ ഈ ആടുകളെ ആമേൻ ഇപ്പോൾ ജനിച്ച കുഞ്ഞാടുകളെ കയ്യിലെടുത്തും തോളിലേന്തിയും കൊണ്ടുപോകുന്നത് പോലെ, ഒരു ഇടയൻ കൊണ്ടു നടക്കുന്നത് പോലെ യേശു നമ്മയും വഹിക്കുന്നു. पांचवा में हमें देखते हैं, അഞ്ചാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, मैं पुनरुत्थान और जीवन है हूं। ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. हमें देखते हैं यूहन्ना 11:25 में हम एक से पढ़ते हैं, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ये स्टोरी हमको सबको मालूम है। ये लाजार, मार्था, मरियम का बारे में लिखा है। ഇവിടെ നമുക്കറിയാം ഈ സ്റ്റോറി. ആമേ ലാസർ മരിക്കുന്നു, മറിയമിന്റെ അടുക്കിലേക്ക് യേശു കടന്നു വരുന്നത്. लाजार का परिवार से लाजार, मार्था और मरियम को परमेश्वर यीशु ने ज्यादा वो लोगों को प्यार कर रहा था। നമുക്കറിയാം ലാസറിനെയും മാർത്തയും മറിയയും യേശു അധികമായി സ്നേഹിച്ച കുടുംബമായിരുന്നു. हमें जानते हैं ये तीनों भाई बहन का उसका माँ बाप नहीं है, उसका मतलब वो लोग orphan है। നമുക്കറിയാം ഈ മൂന്ന് പേരുടെ ജീവിതവും അവർക്ക് അമ്മയപ്പന്മാരില്ല, അവർ അനാഥരാണ്. उनका भाई जो लाजार मर गया है, उससे यीशु को वो लोग समाचार दिया है और जाके बोला है, यीशु अगर तुम मेरा घर में आओगे, आते थे तो मेरा भाई नहीं मर जाता था। യേശുവിന് ആമേ സന്ദേശം അയച്ചു, ആമേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരനായ ലാസർ മരിക്കുകയില്ലായിരുന്നു. यीशु ने उनको ऐसे जवाब दिया, मैं पुनरुत्थान और जीवन हूं। യേശു അവർക്ക് ആമേ കൊടുത്ത മറുപടിയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനും ജീവനുമാകുന്നു. हमें ये सब जानते हैं। हमारा और 2 विभाग है, इसलिए हमें आगे बढ़ने के लिए चाहता हूं। अभी हमें देखते हैं, उसको हम सब लोग जानते हैं, जो यीशु जो पुनरुत्थान और जीवन है। हमें ये दूसरा थेसलोनिकियों में हम भी देखते हैं, जो यीशु कैसा पुनरुत्थान किया और कैसे हमारे जीवन देता है, वहां पर भी हमें सीखते हैं। ആമേൻ. യേശു പുനരുത്ഥാനം ജീവനുമാകുന്നു. യേശു എങ്ങനെയാണ് പുനരുത്ഥാനം ചെയ്തത്, ആമേൻ എങ്ങനെയാണ് ജീവൻ നൽകിയെന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുന്നു. यूहन्ना 6 में हमें पहले से दिखा है वहां पर, तो यीशु है पुनरुत्थान और जीवन। और जैसे हमारे लिए प्रभु ने ये कार्य किया है। യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശു എങ്ങനെയാണ് പുനരുത്ഥാനം ജീവനുമായി തീരുന്നത്, എങ്ങനെയാണ് നമുക്ക് ജീവൻ നൽകുന്നത്. हेलो, ഹലോ, കേൾക്കുന്നില്ലേ? प्रेज द लॉर्ड। आवाज नहीं आ रही क्या? हाँ, फोन कॉल टैग आ गया। प्रेज द लॉर्ड, प्रेज द लॉर्ड। हालेलुया। यीशु ने पुनरुत्थान और जीवन ये हमारे लिए है। सुनाई देता है? हेलो हेलो, Yes, आपका आवाज आ रहा हो? आ रहा है? हाँ. यीशु जब पुनरुत्थान और जीवन
ये सिर्फ मसीह लोगों के लिए है, जो मसीह को पहचानते हैं उनके लिए है, जो मसीह को प्यार करते हैं उनके लिए है। ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് യേശു പുനരുത്ഥാനം ജീവനുമായി തീർന്നത്. और 6 में हम लोग देखते हैं यीशु बोलता है मैं मार्ग हूं। ആറാമത് യേശു പറയുന്നത് ഞാൻ വഴിയാകുന്നു. हमें देखते हैं यूहन्ना 14:6 में യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുന്നു, उससे एक चेलों का साथ बात कर रहा है। അവൻ അവിടെ ശിഷ്യന്മാരോട് കൂടെ സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. जो चेलो हमारा भारत को आए थे वो चेलो का नाम है थोमा। തോമസ് എന്ന ശിഷ്യൻ നമ്മുടെ ഭാരതത്തിൽ വരാനിടയായി. उनका साथ बात करते थे। അവനോട് കർത്താവ് സംസാരിക്കുകയായിരുന്നു. मार्ग मैं ही हूं, बिना मेरे द्वार कोई परमेश्वर का पास नहीं पहुंच सकता है। ഞാൻ തന്നെ വഴിയാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നില്ല. परमेश्वर जो अपने चेलों को, जो हमारा देश को भेजा, उनको ये बातें बोला, मैं तो मार्ग हूं, लेकिन मेरे ओर से अगर कोई परमेश्वर का पास जाने के लिए चाहते हैं तो मेरे मार्ग से, मेरे कार्यों से, मेरे आज्ञा से, मेरे पहचान से वो केवल परमेश्वर का पास जा सकता है। ആമേൻ. യേശു പറഞ്ഞു ഞാൻ വഴിയാകുന്നു. ആമേൻ. ആരെങ്കിലും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരണമെങ്കിൽ എന്നിൽ കൂടെ മാത്രമേ അവർക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം ഞാൻ ആകുന്നു യഥാർത്ഥ വാതിൽ. तो यह हमारा सीखना जरूरी है। जो हमारा आदिका हमें क्या बोलते हैं, हमारा पासमानु बोल सकता है, हमारा एक साबक बोल सकता है, जो हमको उपदेश जो दिया है, जे मैं मार्ग ही हूं और मेरे लिए से तुम परमेश्वर का पास जाओ। उसका मतलब परमेश्वर जो मार्ग है वो मार्ग लेके हमें जाना पड़ता है। ആമേൻ. യേശു മാത്രം വഴിയാകയാൽ നമുക്ക് ആ യേശുവിൽ കൂടെ മാത്രമേ പിതാവിന്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ യേശുവിൽ എത്തിച്ചേരാം. आखिरी का 7 और ये आखिरी वचन मैं बोल के मैं यहाँ पर समाप्त करने के लिए चाहता हूँ। वो यीशु बोलता है मैं सच्चाई द्राक्षा लता हूँ। ആമേൻ. അതിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നു. അവസാന ഭാഗം നാം പറഞ്ഞ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. यूहन्ना 15 का उससे 1 से लेकर 5 तक हम लोग देखते हैं वो सच्चाई द्राक्षा लता यीशु है। യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. സാക്ഷാൽ മുന്തിരിവള്ളി യേശു ആകുന്നു. ये जो द्राक्षा लता ऐसा होता है जो पहले से बचपन से वो आगे 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 ये बढ़ के ऊपर ऊपर जाता है। മുന്തിരിവള്ളി നമുക്കറിയാം, അത് വളർന്ന് വളർന്ന് അത് മുകളിലോട്ട് അത് എത്തിച്ചേരുന്നു. अगर यीशु हमारा सच्चाई द्राक्षा लता है तो परमेश्वर हमको वहां पर लाते रहे। अगर हमें उसका 5 और 7 को हमें पढ़ेंगे तो मालूम होता है, मेरा समय नहीं है वहां पर, इसलिए मैं बोलता हूं अगर हमें उसका साथ बने रहे तो हमें अच्छा फल फलेंगे। ആമേൻ. സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ പറ്റിച്ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ട് ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് ഫലമുള്ളവരായി തീരുവാൻ കഴിയും. हमें गॉड मिशन का प्लेटफॉर्म में जो है, अगर हमें ये अच्छा द्राक्षा लता से हमें बनाए रहे तो हमें अच्छा फल फलेंगे। और जब फल फलते हैं तो परमेश्वर खुश हो जाता है।
और हमें उत्तम एक संतान बन सकता है। നമ്മൾ ദൈവത്തിന് വേണ്ടി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു, നാം ദൈവത്തിന്റെ നല്ല മക്കളായി തീരുന്നു. मैं जैसे बताया ये सात मैं हूं, जो यीशु बोलता है मैं हूं, पहले जो है मैं जीवन का रोटी हूं, उसका मतलब ये है हम लोगों का आवश्यकता को और पूर्ण और हमको तृप्त करने के लिए वो तैयार है। ആമേൻ. ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു ഞാനാകുന്നു എന്നുള്ളത്. ഒന്നാമത് ജീവന്റെ അപ്പം എന്ന് പറയുമ്പോൾ ആമേൻ അവൻ സകലർക്കും ആമേൻ ആഹാരം നൽകി തൃപ്തിപ്പെടുന്ന ദൈവമാണ്. यीशु जो मैं ज्योति बोलता है, उसका मतलब ये है हम लोगों को अंधकार से दूर करता है। ആമേൻ. രണ്ടാമത് യേശു പറയുന്നു വെളിച്ചമാകുന്നു, അവൻ ഇരുളിൽ നിന്നും നമ്മെ വേർപെടുത്തുന്നു. तीसरा ये है मैं द्वार हूं, जो बोलता है उसका मतलब ये है हम लोगों को मुक्ति के लिए चलाता है। മൂന്നാമത് ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്നു, അവൻ നമ്മെ ആമേൻ വിടുതലിലേക്ക് കൊണ്ടുപോകുന്നു. परित्राण के लिए मुक्ति के लिए चलाता है। ആമേൻ. മോക്ഷം ലഭിക്കുവാൻ വേണ്ടി മോക്ഷത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. और जो चौथा ये है अच्छा चरवाहा है, उसका मतलब उनको भेड़ों के लिए रक्षा करने के लिए अपना जान भी देता है। നാലാമത് നമ്മൾ കാണുന്നു അവൻ നല്ല ഇടയനാകുന്നു, തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുവാൻ വരെ ആമേൻ സമർപ്പിക്കപ്പെടുന്നു. और पांचवा में मैं पुनरुत्थान और जीवन जो बोलता है, उसका मतलब ये है हमारा पाप और मृत्यु के ऊपर में वो विजय प्राप्त सुनिश्चित करता है। അഞ്ചാമതായി ആമേൻ നാം കാണുന്നത് നമ്മുടെ ജീവന് രക്ഷ നൽകി നമ്മെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. और जो मैं मार्ग हूं जो बोलता है, उसका मतलब हम लोगों को परमेश्वर के निकट का राह दिखाता है। ഞാൻ വഴിയെന്ന് പറഞ്ഞാൽ നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിട്ട് യേശു മാറുന്നു. और सातवां में मैं उत्तम जो द्राक्षा लता है बोलता है, उसका मतलब हम लोगों को परमेश्वर का निकट संयोग स्थापन करता है। ആമേൻ. അവസാനമായി ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കുന്നവരായി തീർന്നു. प्रभु को मैं धन्यवाद करता हूं, ये अच्छा शिक्षा हमारा जीवन में दिया, इसलिए मैं प्रभु का नाम से मैं धन्यवाद करता हूं। ഈ നല്ല ശിക്ഷ നമുക്ക് നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. मैं धन्यवाद देता हूं पास्टर जॉय को, मेरा ये आंडू पांडू हिंदी को अच्छा तरीका से समझाकर और आप लोगों का